അമ്മുമ്മ കഥകൾ. കുഞ്ഞുസുകളെ, എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവർക്കും അമ്മുമ്മ കഥകളിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ കഥ ഏതാണെന്നറിയോ? രാജകുമാരനും സ്വർണപക്ഷിയും. പണ്ട് പണ്ട് ഇംഗ്ലണ്ട് എന്ന മനോഹരമായ രാജ്യത്ത് പീറ്റർ എന്ന പേരുള്ള രാജകുമാരൻ ഉണ്ടായിരുന്നു. അവൻ വളരെ ധൈര്യശാലിയും ദയുള്ളവനുമായിരുന്നു. ഒരു ദിവസം പീറ്റർ കൊട്ടാരത്തിലെ പൂന്തോട്ടത്തിലൂടെ നടക്കുമ്പോൾ ഒരു സ്വർണം പോലെ തിളങ്ങുന്ന ഒരു പക്ഷിയെ കണ്ടു. അവൻ അതൊരു അത്ഭുതമായി. അവൻ അതിന്റെ അടുത്തേക്ക് പോയി. പക്ഷിയുടെ കാലിൽ ഒരു മുള്ളു തറച്ചിട്ടുണ്ടായിരുന്നു. പാവം, ആ സ്വർണപക്ഷി വേദന കൊണ്ട് വിഷമിച്ചിരിക്കുകയായിരുന്നു. രാജകുമാരൻ അതിനെ സാവധാനം കയ്യിലെടുത്ത് കാലിലെ മുള്ളു നീക്കി. എന്നിട്ട് വെള്ളവും പഴങ്ങളും നൽകി പരിചരിച്ചു. പക്ഷി സന്തോഷത്തോടെ പറഞ്ഞു, നന്ദി രാജകുമാരാ, നീ എന്നെ രക്ഷിച്ചു. നിനക്ക് എന്ത് സമ്മാനമാണ് വേണ്ടത്? പീറ്റർ പറഞ്ഞു, എനിക്ക് സമ്മാനം ഒന്നും വേണ്ട, നീ സന്തോഷത്തോടെ പറന്നു പോകൂ. രാജകുമാരന്റെ നല്ല മനസ്സ് കണ്ട സ്വർണപക്ഷി ഒരു സ്വർണ്ണ തൂവല് സമ്മാനിച്ചു. എന്നിട്ട് പറഞ്ഞു, രാജകുമാരാ, നിന്റെ രാജ്യത്തിന് അപകടം വന്നാൽ നീ ഈ സ്വർണ്ണ തൂവൽ ആകാശത്തേക്ക് ഉയർത്തുക. ഇത്രയും പറഞ്ഞ് സ്വർണപക്ഷി അവിടെ നിന്ന് പറന്നുപോയി. കുറച്ചു മാസങ്ങൾക്കു ശേഷം രാജ്യത്തിൽ വലിയൊരു കൊടുങ്കാറ്റുണ്ടായി. പീറ്റർ ഉടൻ തന്നെ സ്വർണ്ണത്തൂവൽ ആകാശത്തിലേക്ക് ഉയർത്തി. അപ്പോൾ മാന്ത്രിക ലോകത്തെ പോലെ ലക്ഷക്കണക്കിന് സ്വർണ്ണ പക്ഷികൾ ആകാശത്തിലേക്ക് പറന്നു വന്നു. അവർ അവരുടെ മാന്ത്രിക ചിറക് വീശി ആ കൊടുങ്കാറ്റിനെ അകറ്റി വിട്ടു. അങ്ങനെ ആ രാജ്യം രക്ഷപ്പെട്ടു. എല്ലാവരും രാജകുമാരനെ അഭിനന്ദിച്ചു, ഒപ്പം സ്വർണപക്ഷികളെയും. പീറ്റർ എല്ലാവരോടും ഒപ്പം പറഞ്ഞു, നാം ചെയ്യുന്ന ഓരോ നന്മയും ഒരു നാൾ നമ്മളിലേക്ക് തന്നെ തിരികെ വരും. ഇതൊരു സാങ്കല്പിക കഥയാണ് കേട്ടോ കുഞ്ഞുസുകളെ. പക്ഷേ ഇതിൽ ഒരു ഗുണപാഠമുണ്ട്. എന്തെന്നാൽ പ്രതിഫലം പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന സഹായമാണ് ഏറ്റവും വലിയ നന്മ. ആരുടെ കയ്യിൽ നിന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ ചെയ്തു കൊടുക്കുന്ന സഹായമാണ് ഏറ്റവും നന്മയുള്ളതും മഹത്വമേറിയതും. അപ്പോ ഇതാണ് ഇന്നത്തെ കഥ. വേറൊരു കഥയുമായി പിന്നെ കാണാം. ബൈ ബൈ.